തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിൽ 14കാരൻ 30കാരനെ കുത്തിക്കൊന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14കാരനും അവൻ്റെ സുഹൃത്ത് 15കാരനും തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിൽ കൂടെ നടന്ന് 2 പെൺകുട്ടികളുമായിട്ട് പോവുകയാണ്. ആ പോക്കത്ര ശരിയല്ല എന്ന് ലിബിൻ എന്നയാൾക്ക് തോന്നി. അദ്ദേഹം അവിടുത്തെ താമസക്കാരനാണ്. തേക്കങ്കാട് മൈതാനത്തിൽ നടന്നു പോകുന്നത് കണ്ടപ്പം അത് ആ പോക്ക് ശരിയില്ലാത്തതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തു. ഇതാണ് ഒരു തർക്കത്തിലേക്ക് നീണ്ടു. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം പാലിയൻ റോഡിലെ താമസിക്കുന്ന എടക്കളത്തൂർ വീട്ടിൽ ലിബിനാണ് ഈ കുട്ടികളെ ചോദ്യം ചെയ്തത്. കാരണം വളരെ ചെറുപ്പമാണ്, പക്ഷെ പ്രവൃത്തികളെല്ലാം വലിയ ആൾക്കാരുടെ നിലവാരത്തിലാണ്. 2 പെൺകുട്ടികളുമുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതൊന്ന് ചലഞ്ച് ചെയ്തത്. ആ തർക്കത്തിനൊടുവിൽ ആ 14കാരൻ തൻ്റെ കൈവശം ഇരുന്ന കത്തി കൊണ്ട് ലിബിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. പെട്ടെന്ന് അവിടെ ആൾക്കാർ ഓടിക്കൂടി. ലിബിൻ താഴെ വീണു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം മരിച്ചിരിക്കുന്നു. കുത്ത് നെഞ്ചിലാണ്. കുത്തിയ പയ്യനെ 14കാരനെ അപ്പോൾ തന്നെ പിടിച്ചു. പക്ഷെ കൂടെയുള്ള 15കാരൻ ഓടിക്കളഞ്ഞു. അവിടെ കൂടിയവരെ അയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു. 14കാരനും 15കാരനും ഈ കേസിൽ പ്രതിയായി. ഈ 14കാരനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കുട്ടിയാണ്. 15കാരനെയും പുറത്താക്കി. സ്കൂളിൽ വയലൻസ് കാണിച്ച ഒരു കുട്ടിയെ മാരകമായി ഉപദ്രവിച്ചതിനാണ് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. മറ്റേയാളും സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിലാണ് സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയത്. ഇവർ കഞ്ചാവിന് അടിമയാണ്, ഡ്രഗ്സിന് അടിമയാണ്, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ചോണം. ഈ ഒരു സംഭവം നമ്മുടെ നാടിനെ നടുക്കി. കാരണം കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിലെ കുട്ടികളെല്ലാം വയലൻസിലേക്ക് നീങ്ങുന്നത്? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അണികളുണ്ടാക്കുന്നത് വയലൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ മുഴുവൻ വയലൻസ് കാണിക്കുകയാണ്. എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാരെ എതിരിടുന്നത് ഈ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമാണ്. അവർക്കൊക്കെ ചില സംഘടനയുടെ പേരും കൊടുത്തു. അതിൻ്റെ യങ്സ്റ്റേഴ്സ് എന്ന് പറയും. പൊതുവെ സ്കൂളിലും കോമ്പൗണ്ടിലൊക്കെ അടിയാണ് കേരളത്തിൽ. റോഡിലും അത് തന്നെ. രാഷ്ട്രീയമായ ചേരിതിരിവിന് കുട്ടികളെ ഉപയോഗിക്കുന്നു, കോളേജ് സ്റ്റുഡൻസിനെ ഉപയോഗിക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു. അവരിൽ പലരും കൊല്ലപ്പെടുന്നു. അപ്പം ഇത് കേരള സമൂഹത്തിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട പോലെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമകൾ മുഴുവൻ വയലൻസാണ്. കുത്തും വെട്ടും അടിപിടിയും നമ്മൾ ജീവിതത്തിൽ ആലോചിച്ചും കണ്ടിട്ടുമില്ലാത്ത രീതിയിലുള്ള വയലൻസാണ് ഓരോ ഡയറക്ടർമാർ പുറത്തേക്ക് വിടുന്നത്. അത് അടുത്ത കാലത്ത് നമുക്കറിയാം, മാർക്കോ എന്നൊരു സിനിമ. അത് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമയാണ്. കാരണം പക്ക വയലൻസാണ്. ആ വയലൻസ് ചെയ്യുന്ന ആൾക്കാരെ ഹീറോകളായിട്ടാണ് കുട്ടികൾ കാണുന്നത്. സ്കൂൾ കുട്ടികളെല്ലാം കാണുന്നത് ആ വയലൻസിൻ്റെ അതിൻ്റെ ടോപ്പിലെത്തുന്ന ആ ക്രിമിനലായ നടന്മാർ, അല്ലെങ്കിൽ ക്രിമിനലായ ആക്ടർ, അല്ലെങ്കിൽ ക്രിമിനലായ കഥാനായകൻ, അയാളെ ആരാധിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കോളേജിലും സ്കൂളിലും ഉള്ളത്. മാർക്കോയിൽ അത് തന്നെ നടക്കുന്നത്. മനുഷ്യ ശരീരത്തെ വെട്ടിമുറിക്കുന്നതും അതുപോലെ കുട്ടികളെ കെട്ടിത്തൂക്കി കൊല്ലുന്നതും അവരുടെ കൈ അല്ലെങ്കിൽ അറുത്തു മാറ്റുന്നതും ശരീരം 5-6 കഷങ്ങളാക്കി മാറ്റുന്നതും ചെവി കടിച്ചു പറിക്കുന്നതും ഇങ്ങനെ രീതിയിലുള്ള വയലൻസുകളാണ് പൊതുവെ ആ മാർക്കോ സിനിമയിൽ ഉണ്ടാകുന്നത്. ആരാണ് ഇവർക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അത് എ സർട്ടിഫിക്കറ്റിൻ്റെ പരിധി വരുന്നില്ല. ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഭരണഘടനയ്ക്കും എതിരാണ്. ആ രീതിയിലുള്ള സിനിമ ആരാണ് പുറത്തുവിട്ടത്, എ സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുത്തത്, അത് കോടതി പരിശോധിക്കണം. കാരണം അങ്ങനെ ഇന്ത്യയിൽ സിനിമാറ്റോഗ്രാഫി ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളുള്ള അതുപോലത്തെ വയലൻസ് തുറന്നുവിട്ട് അത് ചെയ്യുന്ന ആൾ ഹീറോ ആയിട്ടും കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ നിരോധിക്കണം. അത് സിനിമയുടെ കണക്ഷനെ പറ്റി 100 കോടി കവിഞ്ഞു, 500 കോടി കവിഞ്ഞു എന്നൊക്കെ ഉള്ള പ്രചരണങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതല്ല, സമൂഹം നശിച്ചു പോകുന്നത് ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ തൃശ്ശൂരുണ്ടായത്. 14കാരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഒരു മേജറായ ആരോഗ്യമുള്ള ഒരാളെ നെഞ്ചു നോക്കി കുത്തുകയാണ്.
കാരണം അവർ സമൂഹത്തിൽ ഒരു മെച്ചുറായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 21 വയസ്സ് അല്ലെങ്കിൽ കഴിയുന്ന ആൾക്കാർ രീതിയിലുള്ള പ്രവൃത്തികൾ ഈ കുട്ടികൾ 14 15 വയസ്സുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ സമൂഹത്തിൽ ഇടപെടും. സാമൂഹ്യ ബോധമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം തോന്നുന്ന ഒരാൾ ലിബിൻ അത് ചലഞ്ച് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പോയത്. ഈ 2 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ഏതായാലും അവിടെ തൃശ്ശൂർ പോലീസ് കമ്മീഷണർ ഇളങ്കോയും പാർട്ടികളൊക്കെ സ്ഥലത്തെത്തി. ആരെത്തിയാലും ശരി ഇവരെ ബോസ്റ്റൺ സ്കൂളിൽ തന്നെ പാർപ്പിക്കണം, ഇവരെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. 12 വയസ്സിനും 16 വയസ്സിനും സ്കൂൾ കുട്ടികൾ പലരും ഇപ്പോൾ ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. 12 വയസ്സ് താഴെയുള്ളവർ ചെയ്ത കുറ്റങ്ങൾ പൊറുക്കപ്പെടും. പക്ഷെ 12 വയസ്സിന് മുകളിലോട്ടുള്ളത് ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് പൊറുക്കപ്പെടില്ല. കുട്ടികളാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പലരും വിട്ടയക്കുന്നുണ്ട്, അത് ശരിയല്ല. അവരെ ബോസ്റ്റൺ സ്കൂളിൽ അയക്കണം. സമൂഹത്തിന് ഇതുപോലെ ഗുരുതരമായ ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, സമൂഹത്തിനെ മുറിവേൽപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള കുട്ടികളെ അവർ നല്ല ട്രാക്കിൽ കൂടെ പോകുന്നില്ലെങ്കിൽ അവർക്ക് ബോസ്റ്റൺ സ്കൂളിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് ആക്കേണ്ടി വരും. കാരണം ധാരാളം കുട്ടികൾ സ്കൂളിലും കോളേജിലുള്ളവർ കഞ്ചാവും ഡ്രഗ്സും MDMA ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഇതിലപ്പുറം വയലൻസ് ഇനി ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ പാലിയൻ റോഡിലുണ്ടായ ഈ സംഭവം, അല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനത്ത് ഡിസ്ട്രിക്ട് ഹൗസിന് തൊട്ട് മുമ്പിൽ ഈ പുതുവർഷത്തിൻ്റെ ഈവനിങ്ങിലുണ്ടായ ഈ സംഭവം കേരളം ഉറക്ക ചിന്തിക്കേണ്ടതാണ്. കാരണം കൊലപാതകം നടത്തിയത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മരണപ്പെട്ടത് ആരോഗ്യമുള്ള ലിബിൻ എന്ന് പറഞ്ഞ ആൾ 30 വയസ്സുള്ള ആളാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് സമൂഹം ഉടൻ ചർച്ച ചെയ്യണം, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം. ഇത് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വയലൻസ് പുറത്തേക്ക് തള്ളണം. നമ്മൾ സമൂഹത്തിലുണ്ടാകുന്ന ഇതുപോലെ ഉണ്ടാകുന്ന കുട്ടികളെ തീർച്ചയായിട്ടും ദുർഘട പരിഹാര ശാലയിൽ അയച്ച് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കണം. കാരണം അവിടെ പോയാലും പലരും ഈ അക്രമവാസനയുള്ള കുട്ടികളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ പിതാവ് ഒരു ഗുണ്ടയായിരുന്നു, അയാളെയും കുത്തിക്കൊന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അയാളുടെ മകനാണ് ഇത്. അതുകൊണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലവും ആ കുട്ടി പഠിച്ചതും സിനിമയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പഠിച്ചതും ഈ രീതിയിലുള്ള കൊലപാതകം നടത്തി വയലൻസ് കളിച്ചാൽ അത് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പൊതുജനങ്ങളെ മുമ്പിൽ വലിയ ആളായിട്ട് അയാൾക്ക് നടക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തയാണ്. എന്നാൽ അതിൻ്റെ പരിണത ഫലം ഒരു കുടുംബം നശിച്ചു, അതുപോലെ തന്നെ ഇവൻ്റെ കുടുംബവും ഇവനും നശിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അവരെ ദുർഘട പരിഹാരശാലയിൽ സ്ഥിരമായിട്ട് ഇടേണ്ടി വരും. അങ്ങനെ ഇട്ട് അവരെ നന്നാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇയാൾ വളർന്നു വന്ന സാഹചര്യം മുഴുവൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലെ മാതാപിതാക്കളുടെ പശ്ചാത്തലത്തിലാണ് ഇയാൾ വളർന്നു വന്നത്.